രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ്സുകാർ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ പറയുന്ന പ്രശ്നം ഗുരുതരമാണ് യൂത്ത് കോൺഗ്രസിനകത്ത് എന്നാണ് കേൾക്കുന്നത്. ശരിക്കും എന്താ സംഭവം? ഈ ഫണ്ടിന്റെ പ്രശ്നമാണ്. ഈ യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് ഇത് ദുരിതബാധിതർക്ക് വേണ്ടി കളക്ട് ചെയ്തൊരു ഫണ്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഫണ്ടിന്റെ പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഒരു മുഖങ്ങൾ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ആരൊക്കെ? ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പം അടിമുടി പ്രതിരോധത്തിലായിട്ടിരിക്കുന്നത്. കാരണം ഈ അണികൾ തന്നെ നേതാവിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. കോൺഗ്രസിൽ പിന്നെ ഒരു പുതിയ കാര്യമൊന്നുമല്ല, അറിയാലോ. അപ്പോൾ വയനാട് ഫണ്ട് പിരിവിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ടെന്നും ഫണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈയിട്ട് വാരിയിട്ടുണ്ടെന്നും ഒക്കെയാണ് ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമായിട്ട് വരുന്നത്. പാർട്ടിയിൽ നിന്ന് തന്നെ നേതാക്കളും അതുപോലെ തന്നെ അണികളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. വയനാട്ടിലും ഇടുക്കിയിലും നടന്ന പാർട്ടി യോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അണികൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയെന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വയനാട്ടിൽ നടന്ന യോഗത്തിൽ ഫണ്ട് കൈയിട്ട് വാരിയ രാഹുൽ മാങ്കൂട്ടത്തിന് അണികൾ കസേര എടുത്തെറിഞ്ഞു എന്നുവരെ വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടിമുടി പ്രതിരോധത്തിലാണ്. സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറയുന്ന അഴിമതി കഥകൾ പലതും വരുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം അദ്ദേഹം കൊടുത്ത മറുപടി അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ ഒരു 15 ലക്ഷത്തിൻ്റെ കണക്ക് അവിടെ മിസ്സിംഗ് ആയിട്ട് കിടപ്പുണ്ട്. ഈ 15 ലക്ഷത്തിന് എവിടെയെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരവില്ല. ഇപ്പോൾ ഇടുക്കിയിൽ നടന്ന പാർട്ടി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രാദേശിക നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാദേശിക നേതാക്കളാണ് വളഞ്ഞു എന്നാണ് ഇപ്പം കേൾക്കുന്ന ആരോപണം. അപ്പം അതിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃയോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിനിധികളുടെ ഈ രൂക്ഷമായിട്ടുള്ള ഈ വിമർശനം ഉണ്ടായ സമയത്ത് സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ അദ്ദേഹം ഏകാധിപതിയെ പോലെ പെരുമാറുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്താണ് സംഭവിക്കുന്നത് കൂടെ ആലോചിക്കണം. വയനാട് ദുരിതാശ്വാസത്തിൽ വീട് നിർമ്മിക്കാൻ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ് എടുത്തത് എന്നാണ് ആരോപണം, ഒന്നാമത്തെ ആരോപണം. ഇതൊന്നും ആരോടും ചോദിക്കാതെ അദ്ദേഹം തന്നെ സ്വയം തീരുമാനമെടുത്തതാണ്. അപ്പോൾ വയനാട് ദുരിതാശ്വാസത്തിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് ശേഖരണവും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ വിലയിരുത്തിയ ശേഷം വേദി വിടാൻ ഒരുങ്ങിയ സംസ്ഥാന അധ്യക്ഷനോട് പ്രതിനിധികൾ നമുക്ക് പറയാനുള്ള കാര്യവിടെ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പോകണ്ട, നമുക്ക് പറയാൻ കൂടെ ഉള്ളത് അവിടെ നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ വേദിയിൽ നിന്ന് ഇറങ്ങിയ രാഹുലിനെ പിന്നീട് നേതാക്കൾ ഇടപെട്ട് തിരികെ എത്തിച്ചു. അപ്പോഴാണ് വിമർശനമൊക്കെ തിരിച്ചു വന്നപ്പോഴാണ് വിമർശനമൊക്കെ കൊടുത്തത്, മനസ്സിലായ. അപ്പോൾ വയനാട് പുനരധിവാസത്തിലെ ഫണ്ട് പിരിവുകൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് രാഹുൽ നേതൃസംഗമത്തിൽ ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 15-നകം പൂർത്തിയാക്കാത്ത മണ്ഡലം കമ്മിറ്റിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊക്കെ രാഹുൽ മുന്നറിയിപ്പ് നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാറില്ല എന്നും ഹാജർ ബുക്ക് പരിശോധിച്ച് രാഹുൽ പ്രതിനിധികളോട് പറഞ്ഞു. ഒരു കാർക്കശ്യം അവരെ വഴക്ക് പറയുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇവർക്കെതിരെയും ഈ പ്രവർത്തിക്കാത്ത മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെയും നടപടിയെടുക്കാൻ രാഹുൽ ജില്ലാ നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇവിടെയും ഉയർന്നത് ഫണ്ട് പിരിവിൽ നടന്ന തിരിമറികളെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ഇതിനുവേണ്ടിയാണ് ഈ യോഗം നടത്തിയത്. പക്ഷെ അവിടെ ഇവർ ചർച്ച ചെയ്തത് ഫണ്ടിനെ പറ്റിയാണ്. അപ്പോൾ വേദിയിലുണ്ടായിരുന്ന പലരും ഈ വിമർശനത്തോട് അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് തടിതപ്പി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വയനാട് ഫണ്ട് പിരിവിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടന്നു എന്നുള്ള തരത്തിൽ വൻ വിമർശനം പാർട്ടിക്ക് നേരെ ഉയർന്നു നിൽക്കുകയാണ്. കോൺഗ്രസിനും UDFനും ഈ വിഷയത്തിൽ കൃത്യമായി ഒരു മറുപടിയും നൽകാൻ പോലും കഴിഞ്ഞിട്ടില്ല. DYFI, SFI സംഘടനകളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തു പയറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധവും ഇത് തന്നെയാണ്, ഈ അഴിമതി, ഈ ഫണ്ട് മുക്കൽ എന്നുള്ളത്. അപ്പോൾ അപ്പോൾ ഇവർ ചോദിക്കുന്നത് എവിടെ വ്യാജ വയനാടിന് വേണ്ടി പിരിച്ച ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യം SFI DYFIക്കാർ ഉയർത്തുന്നത്. അപ്പോൾ എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാൻ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ മറുപടി കൊടുക്കാനോ രാഹുൽ ഇതുവരെ തയ്യാറായിട്ടുമില്ല. എന്നാൽ അതിനേക്കാൾ വലിയ വിമർശനം കോൺഗ്രസിൽ നിന്ന് UDFിൽ നിന്ന് രാഹുലിനെതിരെ ഉയർന്നു എന്നുള്ളതാണ്. ഈ ഫണ്ട് പിരിവിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് കോൺഗ്രസിൽ തന്നെ വരുന്ന വിമർശനമാണ് ഈ പറയുന്നത്. ഈ ഫണ്ട് പിരിവിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ തയ്യാറാകണമെന്നും, അതല്ല ഈ ഫണ്ട് പിരിവിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം വ്യാജമാണെങ്കിൽ
അത് തൻ്റെ ഇടത്തോടെ നിന്ന് പ്രതികരിക്കാൻ രാഹുൽ തയ്യാറാകണം എന്നൊക്കെ പാർട്ടിയിൽ നിന്ന് ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ നീക്കം പാർട്ടിയിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. എന്നാൽ വി.ഡി. സതീശനും ഷാഫി പറമ്പിലും ഒക്കെയാണ് ഇതുവരെ രാഹുലിനെ പൊതിഞ്ഞു വിളിച്ച് ഈ നിലവരെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ പാലക്കാട് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്തെങ്കിലും രാഹുലിൻ്റെ കഴിവ് കൊണ്ടല്ല, അത് ഷാഫി പാലക്കാട് ഉണ്ടാക്കി വെച്ച ഒരു ഓളം കൊണ്ടാണ് ജയിച്ച് കയറിയതെന്നൊക്കെ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സംസാരം ഉണ്ടായി തുടങ്ങി രാഹുലിനെതിരെ. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നാൽ 10 വോട്ട് പോലും രാഹുലിന് കിട്ടില്ല. ഇവർ പറയുന്നത്, ഇവരുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നത്, അതായത് സ്വന്തം നാട്ടിൽ നിന്നാൽ 10 വോട്ട് പോലും, രാഹുലിൻ്റെ സ്വന്തം നാടായിട്ടുള്ള പത്തനംതിട്ടയിൽ നിന്നാൽ 10 വോട്ട് പോലും കിട്ടി ജയിക്കാൻ രാഹുലിന് കഴിയില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ പലരും ഉയർത്തുന്നത്. അപ്പോൾ ഈ വയനാട് ഫണ്ട് പിരിവ് അത് പൂർണ്ണമായിട്ടും രാഹുലിനെ അടപടലം പൂട്ടുന്ന ഒരു കുരുക്കായിട്ട് മാറി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു വഴിക്കൂടെ വയനാട് ഫണ്ട് പിരിവിൽ കോൺഗ്രസിൻ്റെ വിമർശനം വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചു, കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം CPM-നെയും സർക്കാരിനെയും വെട്ടിലാക്കുന്ന വയനാട് വീട് വെച്ച് നൽകിയതിൻ്റെ വിമർശനം ഉയർത്തുകയാണ്. അതായത് വീട് വെച്ച് നൽകിയത് നല്ല കാര്യമാണെന്നും ആ പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഒരു കൂര ഉണ്ടാക്കി കൊടുത്തത് സർക്കാർ ചെയ്ത നല്ല കാര്യമാണെന്നും, എന്നാൽ സർക്കാർ കാണിച്ചിരിക്കുന്ന കണക്കിൽ വ്യാപക വെട്ടിപ്പാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ മാതൃകാ വീടുണ്ടല്ലോ സർക്കാർ വച്ചു എന്ന് പറയുന്നത്, മാതൃകാ വീടിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നുള്ള വലിയ വിമർശനങ്ങൾ ഈ വഴിക്കൂടെ വരുന്നത് നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഈ 30 ലക്ഷം രൂപയുടെ നിർമ്മാണ ചെലവുള്ള വീടിൻ്റെ ചിത്രം വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരും നിർമ്മാണ കമ്പനിയായിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയും വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു പോസ്റ്റിലൂടെ നമ്മുടെ ബൽറാമിൻ്റെ പോസ്റ്റും, കോൺഗ്രസ് നേതാവായിട്ടുള്ള ബൽറാമിൻ്റെ പോസ്റ്റും നമ്മൾ കണ്ടായിരുന്നു. VT ബൽറാമും സർക്കാരിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഒരു വീടിന് 30 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടായി, അതിൻ്റെ കണക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ടാണ്. വയനാട് ദുരന്തത്തിന് 1 വർഷം പൂർത്തിയായിട്ടുള്ള ജൂലൈ 30-ന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന ഈ മാതൃക വീടിൻ്റെ ചിത്രങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. 7 സെന്റിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ടൗൺഷിപ്പിലെ വീടുകൾ ഒരുങ്ങുന്നത് 2 കിടപ്പുമുറികൾ, അടുക്കള ലിവിംഗ് റൂം, ഡൈനിങ് റൂം, സ്റ്റഡി ഏരിയ, വർക്ക് ഏരിയ എന്നിവയൊക്കെയുണ്ട്. 2 കിടപ്പുമുറികളിൽ ഒന്ന് അറ്റാച്ച്ഡ് ആണ്, പിന്നെ ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട്. ഏപ്രിൽ 16-നാണ് ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണം പൂർത്തിയായ മാതൃകാ വീട് കാണാനെത്തിയ മന്ത്രി K. രാജനോട് വീടിൻ്റെ നിർമ്മാണത്തിൽ തങ്ങൾ തൃപ്തരാണെന്നായിരുന്നു ഗുണഭോക്താക്കളിൽ ചിലർ പറഞ്ഞത്. 2025 ഡിസംബർ 31-നകം ടൗൺഷിപ്പിലെ മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും 2026 ജനുവരിയിൽ ഗുണഭോക്താക്കൾക്ക് വീട് കൈമാറുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വയനാടിൻ്റെ പേരിൽ ഇടതും വലതും കൂടി കടിപിടിയാണ്. എല്ലാം നഷ്ടപ്പെട്ട ആ പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിൽ പോലും എന്തെല്ലാം വാഗ്വാദങ്ങളും അതുപോലെ തന്നെ ചേരിപ്പോരും വാക്പോരും ഒക്കെയാണെന്നുള്ള കാര്യം ഓർക്കണം. ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യരുടെ ഗതികേടിനെയാണ് ഇവരെല്ലാം കൂടെ പിച്ച് ചീന്തുന്നതെന്നുള്ള കാര്യമാണ്. പറയുന്നത് കേട്ടാൽ തോന്നും ഈ രാഷ്ട്രീയക്കാരോടൊക്കെ വീട്ടിൽ നിന്നാണ് എടുത്ത് വീട് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഫണ്ട് 780 കോടി രൂപയുണ്ട്, അത് കൊടുക്കുന്നില്ല, അത് ചെലവാക്കുന്നില്ല. വയനാടിന് വേണ്ടി മാത്രം കിട്ടിയ പൈസ ആണെന്ന് ഓർക്കണം. എന്നിട്ടാണ് ഈ പ്രഹസനങ്ങൾ.